സക്സസ് ഫയലിലേക്ക് സ്വാഗതം. ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത്. പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് എല്ലാം തന്നെ. സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 154/24. ആദ്യത്തെ ചോദ്യം, വേലുത്തമ്പി ദളവയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ആരുമായിട്ടാണ്? വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ട പ്രസ്താവനയിൽ ശരിയായത് ഏത് എന്നാണ്. എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് പോവാം. ഇവിടെ തന്നിരിക്കുന്നു തിരുവിതാംകൂറിലെ ദളവ, ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി, കുണ്ടറ വിളംബരം. ശരിയായത് ഏതാണ് വരുന്നത്? ഉത്തരം ഓപ്ഷൻ എ ആണ്. തിരുവിതാംകൂറിന്റെ ദളവ അതുപോലെ കുണ്ടറ വിളംബരം ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? വേലുത്തമ്പി ദളവയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. 1802 മുതൽ 1809 വരെ തിരുവിതാംകൂറിന്റെ ദളവയായിരുന്നത് ആരാണ്? വേലുത്തമ്പി ദളവയാണ്. 1802 മുതൽ 1809 വരെ തിരുവിതാംകൂറിന്റെ ദളവ ആരായിരുന്നു? വേലുത്തമ്പി ദളവ. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ്. കുണ്ടറ വിളംബരം നടത്തിയ വർഷം ഏതാണ്? 1809 ജനുവരി 11-നാണ്. 1809 ജനുവരി 11-നാണ് കുണ്ടറ വിളംബരം നടത്തിയത്. ഇപ്പം 2 പ്രസ്താവനകൾ ശരി. തിരുവിതാംകൂറിന്റെ ദളവയായിരുന്നത് വേലുത്തമ്പി ദളവ ഏത് വർഷം മുതൽ ഏത് വർഷം വരെയാണ്? 1809 വരെയാണ്. കുണ്ടറ വിളംബരം നടത്തിയത് 1809 ജനുവരി 11-നാണ്. കുണ്ടറ വിളംബരം നടത്തിയത് വേലുത്തമ്പി ദളവയാണ് എന്നതും ഓർക്കുക. ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്നറിയപ്പെട്ടത് ആരാണ്? മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് അറിയപ്പെട്ടത്. അനീഴം തിരുനാൾ മാർത്താണ്ഡവർമ്മയാണ് ആധുനിക തിരുവിതാംകൂറിന്റെ ശില്പി എന്ന് അറിയപ്പെട്ടത്. ഇനി അടുത്ത ചോദ്യം, 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. ശരിയായ ജോഡി 1857 കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ളത്. ഇവിടെ തന്നിരിക്കുന്ന 3 പ്രസ്താവനകൾ. 1857 കലാപം ആരംഭിച്ചത് മീററ്റിലാണ്. 1857 കലാപത്തെ 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു. 1857 കലാപത്തിൽ ശിപ്പായിമാർ പങ്കെടുത്തിരുന്നില്ല. ശരിയായിട്ടുള്ള ജോഡി ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1-ാമത്തെയും 2-ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. 1857 കലാപം ആരംഭിച്ചത് എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? മീററ്റിലാണ്. ശരിയാണ്. 1857 കലാപത്തെ 1-ാം സ്വാതന്ത്ര്യ സമരം എന്ന് വിളിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നതും എന്താണ്? ശരിയാണ്. ഇവിടെ 3-ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ളത്. ശിപ്പായിമാർ പങ്കെടുത്തില്ല എന്ന് പറഞ്ഞിരിക്കുന്നത് തെറ്റാണ്. ശിപ്പായിമാർ പങ്കെടുത്തിരുന്നു, പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. അതുകൊണ്ട് തന്നെ ശിപ്പായി ലഹള എന്നും ഇത് അറിയപ്പെടുന്നു. 1857 1-ാം സ്വാതന്ത്ര്യ സമരം അറിയപ്പെടുന്നത് ശിപ്പായി ലഹള എന്നു കൂടിയാണ് എന്നതും ഓർക്കുക. അടുത്ത ചോദ്യം, ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. തന്നിരിക്കുന്നത് ജനറൽ അസംബ്ലി, INA, സെക്യൂരിറ്റി കൗൺസിൽ എന്നിവയാണ്. ഉൾപ്പെടാത്തത് ഏതാണ്? ഉൾപ്പെടാത്തത് ഓപ്ഷൻ ബി ആണ്. INA ആണ് ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന ഘടകങ്ങളിൽ ഉൾപ്പെടാത്തത്. ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രധാന 6 ഘടകങ്ങളാണ് ഉള്ളത്. അവ ഏതൊക്കെയാണ്? പൊതുസഭ, ജനറൽ അസംബ്ലി അല്ലെങ്കിൽ പൊതുസഭ, 2-ാമത്തേത് രക്ഷാസമിതി അല്ലെങ്കിൽ സെക്യൂരിറ്റി കൗൺസിൽ, പിന്നെ സാമ്പത്തിക സാമൂഹിക കൗൺസിൽ, എക്കണോമിക് ആൻഡ് സോഷ്യൽ കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ് എന്നിവ ഐക്യരാഷ്ട്രസഭയുടെ പ്രധാനപ്പെട്ട 6 ഘടകങ്ങളാണ്. ഒന്നും കൂടി പറയാം. പൊതുസഭ, രക്ഷാസമിതി, സാമ്പത്തിക സാമൂഹിക കൗൺസിൽ, ട്രസ്റ്റിഷിപ്പ് കൗൺസിൽ, അന്താരാഷ്ട്ര നീതിന്യായ കോടതി, സെക്രട്ടേറിയറ്റ് എന്നിവ ഐക്യരാഷ്ട്ര സംഘടനയുടെ 6 പ്രധാന ഘടകങ്ങൾ ആണ്. അടുത്ത ചോദ്യം, ചൈനീസ് വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ജോഡി തിരഞ്ഞെടുക്കുക. തന്നിരിക്കുന്നു സൺയാറ്റ്സൻ, കുമിന്താങ്, മാവോ സേതുങ് ലോങ് മാർച്ച്, മുസോളിനി റിച്ചർഡ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ബി ആണ്. 1, 2 എന്നിവ. സൺയാറ്റ്സൻ, കുമിന്താങ്, മാവോ സേതുങ് ലോങ് മാർച്ച്.
ബുദ്ധമതവുമായി ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങൾ തിരഞ്ഞെടുക്കുക. ഇവിടെ തന്നിരിക്കുന്നു: ത്രിരത്നങ്ങൾ, അഷ്ടാംഗമാർഗം, 4 മഹത് സത്യം. ബുദ്ധമതവുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ ആശയങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 2, 3 അഷ്ടാംഗമാർഗം, 4 മഹത് സത്യം. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് പിണറായി മറികടന്നത്? ആരുടേതാണ്? സി അച്യുതമേനോൻ്റേതാണ്. സി അച്യുതമേനോൻ. ഐക്യ കേരള രൂപീകരണത്തിന് ശേഷം കേരളത്തിൽ മുഖ്യമന്ത്രി പദത്തിൽ ഏറ്റവും കൂടുതൽ കാലം തുടർച്ചയായി അധികാരത്തിലിരുന്നതിൻ്റെ റെക്കോർഡ് പിണറായി വിജയൻ്റെ പേരിലാണ്. ആരുടെ റെക്കോർഡാണ് മറികടന്നത്? സി അച്യുതമേനോൻ്റെ റെക്കോർഡാണ് മറികടന്നത്. 2 പ്രസ്താവനകൾ ഇവിടെ തന്നിരിക്കുന്ന എ, ബി എന്നിവ. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യ ന്യൂനമർദ്ദ മേഖല. ബി പറഞ്ഞിരിക്കുന്നു: സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുവാൻ കാരണം. ഉത്തരം എന്താണ് വരുന്നത്? ഓപ്ഷൻ ഡി ആണ്. 2 പ്രസ്താവനകളും ശരി. വർഷം മുഴുവൻ സൂര്യരശ്മികൾ ലംബമായി പതിക്കുന്ന മേഖലയാണ് മധ്യ ന്യൂനമർദ്ദ മേഖല. ശരിയാണ്. സൂര്യൻ്റെ ചൂടേറ്റ് വായു വികസിക്കുകയും വൻതോതിൽ ഉയരുകയും ചെയ്യുന്നതാണ് മധ്യരേഖയിൽ ന്യൂനമർദ്ദം അനുഭവപ്പെടുവാൻ കാരണം. ശരിയാണ്. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം പ്രവർത്തിക്കുന്നത്. കേരള കാർഷിക സർവകലാശാലയുടെ പേരിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം. കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ്? വാഴക്കുളത്താണ്. കേരള കാർഷിക സർവകലാശാലയുടെ പേരിൽ കൈതച്ചക്ക ഗവേഷണ കേന്ദ്രം എവിടെയാണ് പ്രവർത്തിക്കുന്നത്? വാഴക്കുളം. കാൽസ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറിൻ്റെ സാന്നിധ്യം കുറവുമാണ്. വേനൽക്കാലത്ത് വിണ്ടുകീറി വിള്ളലുണ്ടാകുന്നു. പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനം ഏത്? പ്രസ്താവന എന്താണ് പറഞ്ഞിരിക്കുന്നത്? കാൽഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറിൻ്റെ സാന്നിധ്യം കുറവുമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. വേനൽക്കാലത്ത് വിണ്ടുകീറി വിള്ളലുണ്ടാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. പ്രസ്താവനകൾക്ക് യോജിക്കുന്ന മണ്ണിനം ഏത്? കറുത്ത മണ്ണ്. കറുത്ത മണ്ണ്. കാൽഷ്യം കാർബണേറ്റ്, മഗ്നീഷ്യം, പൊട്ടാഷ് എന്നിവയുടെ സാന്നിധ്യമുള്ളതും ഫോസ്ഫറിൻ്റെ സാന്നിധ്യം കുറവുമാണ്. വേനൽക്കാലത്ത് വിണ്ടുകീറി വിള്ളലുണ്ടാക്കുന്നു. മണ്ണിനമേതാണ്? കറുത്ത മണ്ണാണ്. കേംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. കേംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? കേംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം സ്ഥിതി ചെയ്യുന്നത് മണിപ്പൂരാണ്. കേംബുൾ ലഞ്ചാവോ ദേശീയോദ്യാനം എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? മണിപ്പൂർ. ഉത്തര മഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം എവിടെയൊക്കെയാണ്? ഉത്തര മഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസം ഏത്? പശ്ചിമ അസ്വസ്ഥതയാണ്. പശ്ചിമ അസ്വസ്ഥത. ഉത്തര മഹാസമതലത്തിലും പഞ്ചാബിലും ശൈത്യകാല വിളകൾക്ക് പ്രയോജനകരമായ ശൈത്യകാല മഴ ലഭിക്കുന്നതിന് കാരണമായ പ്രതിഭാസമാണ് പശ്ചിമ അസ്വസ്ഥത. അടുത്ത ചോദ്യം: ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇത് എന്ത് പേരിലാണ് അറിയപ്പെടുക? ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇതെന്ത് പേരിലാണ് അറിയപ്പെടുന്നത്? സ്പെക്ട്രൽ സിഗ്നേച്ചർ. സ്പെക്ട്രൽ സിഗ്നേച്ചർ. സ്പെക്ട്രൽ സിഗ്നേച്ചർ എന്താണ്? ഉപഗ്രഹ വിദൂര സംവേദനത്തിൽ വസ്തു പ്രതിഫലിപ്പിക്കുന്ന ഊർജത്തിന്റെ അളവാണ് സംവേദകങ്ങൾ പകർത്തുക. ഇതറിയപ്പെടുന്നത് സ്പെക്ട്രൽ സിഗ്നേച്ചർ.
പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിനായി വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ അനുയോജ്യമല്ലാത്തത് ഏത്? 4 പദ്ധതികളാണ് തന്നിരിക്കുന്നത്. ADP എന്താണ്? ആസ്പിരേഷണൽ ഡിസ്ട്രിക്ട് പ്രോഗ്രാം. AIM അടൽ ഇന്നോവേഷൻ മിഷൻ. SDG ഇന്ത്യ ഇൻഡെക്സ്. ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. ഇതിൽ അനുയോജ്യമല്ലാത്തത് ഏത് എന്നാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഏതാണ്? എല്ലാം അനുയോജ്യമാണ് എന്നതാണ്. അപ്പോൾ പ്ലാനിംഗ് കമ്മീഷന് പകരം നിലവിൽ വന്ന നീതി ആയോഗ് ഇന്ത്യയുടെ വികസനത്തിന് വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികൾ ADP, AIM, SDG ഇന്ത്യ ഇൻഡെക്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ് എന്നിവയാണ് വിഭാവനം ചെയ്ത പ്രധാന പദ്ധതികളിൽ ഉൾപ്പെടുന്നവ. ADP, AIM, SDG ഇന്ത്യ ഇൻഡെക്സ്, ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ ലെക്ചർ സീരീസ്. ഉൽപാദന പ്രക്രിയയിൽ പങ്കെടുക്കുന്ന അധ്വാന ശേഷിയുള്ള ജനങ്ങളാണ് മാനവ വിഭവം. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ. മാനവ വിഭവത്തെ മനുഷ്യ മൂലധനമാക്കി മാറ്റുന്നതിന് സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതെല്ലാം? ഓപ്ഷൻ D ആണ് ഉത്തരം. എല്ലാം ശരിയാണ്. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവരലഭ്യത. വിദ്യാഭ്യാസം, ആരോഗ്യം, കുടിയേറ്റം, തൊഴിൽ പരിശീലനം, വിവര ലഭ്യത. അടുത്തതായിട്ട് ചേരുംപടി ചേർക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. സാമ്പത്തിക നയം വിവരണം. ചേരുംപടി ചേർക്കുക. ഉത്തരം ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B. ഉദാരവൽക്കരണം. ബിസിനസ് രംഗത്ത് ഗവൺമെന്റ് ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങൾ പരമാവധി കുറയ്ക്കുക. സ്വകാര്യവൽക്കരണം. ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള കമ്പനികൾ സ്വകാര്യ മേഖലയ്ക്ക് വിറ്റഴിക്കുക. ആഗോളവൽക്കരണം. വിദേശ വ്യാപാരം വർദ്ധിപ്പിക്കുക. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കാൻ വിവിധ തരം തൊഴിലില്ലായ്മ അതുപോലെ അതിൻ്റെ വിവരണവുമാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം വരുന്നത് ഓപ്ഷൻ B ആണ്. ഓപ്ഷൻ B ആണ് ഉത്തരം. പ്രകടമായ തൊഴിലില്ലായ്മ. തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥ. ഘടനാപരമായ തൊഴിലില്ലായ്മ. സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാകുന്ന അവസ്ഥ. കാലികമായ തൊഴിലില്ലായ്മ. പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റ് സമയം തൊഴിൽ ഇല്ലാതാവുകയും ചെയ്യുക. പ്രച്ഛന്ന തൊഴിലില്ലായ്മ. വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു. അപ്പോൾ പ്രകടമായ തൊഴിലില്ലായ്മ എന്താണ്? തൊഴിൽ ചെയ്യാൻ സന്നദ്ധരായിട്ടും തൊഴിൽ ലഭിക്കാത്ത അവസ്ഥയാണ് പ്രകടമായ തൊഴിലില്ലായ്മ. ഘടനാപരമായ തൊഴിലില്ലായ്മ. സാങ്കേതിക വിദ്യയുടെ പ്രയോഗം മൂലം തൊഴിൽ നഷ്ടമാക്കുന്ന അവസ്ഥ. കാലികമായ തൊഴിലില്ലായ്മ എന്ന് പറയുമ്പോൾ പ്രത്യേക കാലത്ത് മാത്രം തൊഴിൽ ലഭിക്കുകയും മറ്റ് സമയം തൊഴിലില്ലാതാവുകയും ചെയ്യുന്ന അവസ്ഥ. പ്രച്ഛന്ന തൊഴിലില്ലായ്മയാണ്. വേണ്ടതിലധികം ആളുകൾ ഒരു തൊഴിലിൽ ഏർപ്പെടുന്നു. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനായിട്ടാണ്. പഞ്ചവത്സര പദ്ധതികൾ ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നു. പ്രത്യേകതകൾ റൈറ്റ് സൈഡിൽ തന്നിരിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ് ഉത്തരം വരുന്നത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം നൽകി. ഒന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് കൃഷിക്കാണ്. രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹാലനോബിസ്. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന. 9ാം പദ്ധതി സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച. 11ാം പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഒന്നാം പഞ്ചവത്സര പദ്ധതി കൃഷിക്ക് പ്രാധാന്യം. രണ്ടാം പഞ്ചവത്സര പദ്ധതി PC മഹാലനോബിസുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. മൂന്നാം പഞ്ചവത്സര പദ്ധതി ഗാഡ്ഗിൽ യോജന. 9ാം പദ്ധതി സാമൂഹ്യനീതിയിലും സമത്വത്തിലും അധിഷ്ഠിതമായ വളർച്ച. 11ാം പദ്ധതി ഇൻക്ലൂസീവ് ഗ്രോത്ത്. ഒരു ബജറ്റിലെ മൊത്തം ചിലവിൽ നിന്ന് മൊത്തം വരവ് കുറച്ചാൽ കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. ഒരു ബജറ്റിലെ മൊത്തം ചിലവിൽ നിന്നും മൊത്തം വരവ് കുറച്ചാൽ
കിട്ടുന്നതാണ് ബജറ്റ് കമ്മി. അതേസമയം കടം വാങ്ങൽ ഒഴികെയുള്ള മൊത്തം വരവ് മൊത്തം ചിലവിൽ നിന്ന് കുറച്ചാൽ കിട്ടുന്നതാണ് ധനക്കമ്മി. ഇന്ത്യയുടെ യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം GDPയുടെ എത്ര ശതമാനമാണ് ധനക്കമ്മി? GDPയുടെ 5.1% ധനക്കമ്മി. 5.1%. യൂണിയൻ ബജറ്റ് 2024-25 പ്രകാരം പ്രഖ്യാപിക്കപ്പെട്ട റെയിൽവേ കോറിഡോറുകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഓപ്ഷൻ ഡി ആണ് സമുദ്രോൽപ്പന്നങ്ങൾ, സുഗന്ധ ദ്രവ്യങ്ങൾ കോറിഡോർ. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിനു പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏത്? അശോക് മേത്ത കമ്മിറ്റി. പഞ്ചായത്ത് രാജ് സമ്പ്രദായത്തിൽ ത്രിതല പഞ്ചായത്തിന് പകരം ദ്വിതല പഞ്ചായത്ത് ശുപാർശ ചെയ്തത് അശോക് മേത്ത കമ്മിറ്റിയാണ്. അശോക് മേത്ത കമ്മിറ്റി. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയ ഭരണഘടനാ ഭേദഗതി. 52ാമത്തെ ഭേദഗതിയാണ്. അംഗങ്ങളുടെ കൂറുമാറ്റം നിർത്തലാക്കിയത് 52ാം ഭേദഗതി. കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം ഏത്? കൺകറന്റ് സബ്ജക്റ്റിൽ ഉൾപ്പെട്ട വിഷയം വിദ്യാഭ്യാസം. ഓപ്ഷൻ ബി വിദ്യാഭ്യാസം. കൺകറന്റ് ലിസ്റ്റ്. വിദ്യാഭ്യാസം ഏത് ലിസ്റ്റിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റ്. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏത്? തന്നിരിക്കുന്നു. വൈദ്യുത നിർമ്മാർജ്ജനം, കൃഷിയും മൃഗപരിപാലനവും, ഏകീകൃത സിവിൽ നിയമം, വ്യവസായ മാനേജ്മെന്റിൽ തൊഴിലാളികളുടെ പങ്കാളിത്തം. നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഓപ്ഷൻ എ ആണ്, അയിത്ത നിർമ്മാർജ്ജനം. 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? 2024 ജൂലൈ 1 നിലവിൽ വന്ന ഭാരതീയ ന്യായ സംഹിത പാർലമെന്റിൽ അവതരിപ്പിച്ച എത്രാമത്തെ ബില്ലായിരുന്നു? ഓപ്ഷൻ സി ബിൽ നമ്പർ 173/2023. 173/2023. പ്രോജക്റ്റായ പരിയുടെ പൂർണ്ണരൂപം. ഇന്ത്യയുടെ സാംസ്കാരിക മന്ത്രാലയം ലോക പൈതൃക സമിതി യോഗത്തിന് സമർപ്പിച്ച പ്രോജക്റ്റായ പരിയുടെ പൂർണ്ണരൂപം. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. പരി. പബ്ലിക് ആർട്ട് ഓഫ് ഇന്ത്യ. സംസ്ഥാന നിയമസഭകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. അപ്പർ ഹൗസ് എന്നറിയപ്പെടുന്നത് ലെജിസ്ലേറ്റീവ് കൗൺസിലാണ്. മധ്യപ്രദേശ്, തമിഴ്നാട് എന്നിവയ്ക്ക് 2 സഭകളുണ്ട്. ഉത്തരം ഓപ്ഷൻ ബി ആണ്, 1ഉം 2ഉം. ചില സംസ്ഥാന നിയമസഭകൾക്ക് 2 സഭകളുണ്ട്. ലെജിസ്ലേറ്റീവ്. ലോക് അദാലത്തുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ലോക് അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ്. ജനങ്ങളുടെ കോടതി എന്നാണ് ഇത് അർത്ഥമാക്കുന്നത്. താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദി എബോവ്. ലോക് അദാലത്ത് ഒരു നീതിന്യായ സംവിധാനമാണ്. ശരിയാണ്. ജനങ്ങളുടെ കോടതി എന്നാണിത് അർത്ഥമാക്കുന്നത്. താമസം കൂടാതെ കേസുകൾ തീർപ്പാക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ലക്ഷ്യം. ലോക് അദാലത്ത്. കല്ലേൽ പൊക്കുടനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവാണ്. പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകനാണ്. ആന്ധ്രാപ്രദേശാണ് സ്വദേശം.
ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓൺലി 1 ആൻഡ് 2. പ്രസിദ്ധനായ സാമൂഹ്യ പരിഷ്കർത്താവ്, പ്രസിദ്ധനായ പരിസ്ഥിതി സംരക്ഷകൻ. തണ്ണീർമുക്കം ബണ്ടുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? തണ്ണീർമുക്കം ബണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. തണ്ണീർമുക്കം ബണ്ടുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ് ചോദ്യം. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്, ഓൺലി 1 ആൻഡ് 3. വേമ്പനാട്ട് കായലിന് കുറുകെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ശരിയാണ്. ഇതിനെ രാജ്യത്തെ ഏറ്റവും വലിയ മൺ റെഗുലേറ്ററായി കണക്കാക്കുന്നു. ശരിയാണ്. തണ്ണീർമുക്കം ബണ്ട് ആലപ്പുഴ, പത്തനംതിട്ട ജില്ലകളെ ബന്ധിപ്പിക്കുന്നെന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. തണ്ണീർമുക്കം ബണ്ട് ബന്ധിപ്പിക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ തണ്ണീർമുക്കത്തെയും കോട്ടയം ജില്ലയിലെ വെച്ചൂരിനെയുമാണ്. അടുത്തത്, വിവിധ കമ്മീഷനുകളുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരനാണ്. കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ KG പ്രേംജിത്ത് ആണ്. കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതി ദേവിയാണ്. ഉത്തരം ഓപ്ഷൻ ഡി, ഓൾ ഓഫ് ദി എബോവ്. കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ. കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ KG പ്രേംജിത്ത്. ഒന്നും കൂടി, കേരള പിന്നോക്ക കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് ജി ശശിധരൻ. കേരള മുന്നോക്ക കമ്മീഷൻ ചെയർമാൻ ശ്രീ KG പ്രേംജിത്ത്. കേരള വിമൻസ് കമ്മീഷൻ ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് P സതി ദേവി. കേരള ഗവൺമെൻറ്റുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഇവിടെ തന്നിരിക്കുന്ന കേരള ഗവർണർ ശ്രീ ആരിഫ് മുഹമ്മദ് ഖാൻ, കേരള ചീഫ് സെക്രട്ടറി ഡോക്ടർ VV വേണു, ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. കേരള ഗവർണർ നിലവിൽ ആരാണ്? നിലവിൽ കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ ആണ്. രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള ചീഫ് സെക്രട്ടറി നിലവിൽ ആരാണ്? ഡോക്ടർ A ജയതിലക് ആണ്. ഡോക്ടർ A ജയതിലക് ആണ് നിലവിൽ ചീഫ് സെക്രട്ടറി. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ആണ്. ശരിയാണ്. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ. ശരി. കേരള ഗവർണർ ആരാണ്? രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ. കേരള ചീഫ് സെക്രട്ടറി A ജയതിലക്. ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന ഏത്? ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെൻറ് ആണ്. ഹേമ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരംഗമാണ്. ഉത്തരം ഓപ്ഷൻ സി ആണ്, ഓൾ ഓഫ് ദി എബോവ്. ഹേമ കമ്മിറ്റിയെ നിയമിച്ചത് കേരള ഗവൺമെൻറ് ആണ്. ഹേമ കമ്മിറ്റിയിൽ 3 അംഗങ്ങളാണുള്ളത്. വിരമിച്ച IAS ഉദ്യോഗസ്ഥ KB വത്സലകുമാരി ഒരംഗമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? തന്നിരിക്കുന്ന ഹൃദ്രോഗം, അമിതവണ്ണം, പക്ഷാഘാതം, മലേറിയ. ജീവിതശൈലി രോഗമല്ലാത്തത് ഏതാണ്? മലേറിയയാണ്. മലേറിയ. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പ്രദേശം. ഭൂമിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് ആമസോൺ മഴക്കാടുകളാണ്. ആമസോൺ മഴക്കാടുകളാണ് ഭൂമിയുടെ ശ്വാസകോശം എന്ന് അറിയപ്പെടുന്നത്. മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്ന ജീവി. മന്തുരോഗം ഏതാണ്? ക്യൂലെക്സ് കൊതുകുകളാണ് മന്തുരോഗം ഒരു വ്യക്തിയിൽ നിന്ന് മറ്റൊരു വ്യക്തിയിലേക്ക് വ്യാപിപ്പിക്കുന്നത്. ക്യൂലെക്സ് കൊതുകുകൾ. അനാഥരോ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസ ധനസഹായം നൽകുന്ന പദ്ധതി. അനാഥരായ കുട്ടികളോ അതുപോലെ തന്നെ മാതാപിതാക്കളുടെ അനാരോഗ്യത്താൽ സംരക്ഷിക്കാൻ ആളില്ലാതിരിക്കുകയോ ചെയ്യുന്ന കുട്ടികൾക്ക് പ്രതിമാസം ധനസഹായം നൽകുന്ന പദ്ധതിയാണ് സ്നേഹപൂർവം. പദ്ധതിയുടെ പേരെന്താണ്? സ്നേഹപൂർവം.
മനുഷ്യ ശരീരത്തിൽ സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്ന ജീവകം ഏതാണ്? സൂര്യപ്രകാശമേൽക്കുമ്പോൾ നിർമ്മിക്കപ്പെടുന്നത് ജീവകം ഡി ആണ്. ജീവകം ഡി. ഹെപ്പറ്റൈറ്റിസ് അസുഖം ബാധിക്കുന്ന അവയവം. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരളിനെയാണ്. ഹെപ്പറ്റൈറ്റിസ് ബാധിക്കുന്നത് കരൾ. ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ ADH എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏത്? ADH, ആൻറ്റി ഡയൂററ്റിക് ഹോർമോൺ എന്നറിയപ്പെടുന്ന ഹോർമോൺ ഏതാണ്? വാസോപ്രസിൻ ആണ്. വാസോപ്രസിൻ. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് കൊണ്ടുണ്ടാകുന്ന അസുഖം. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നതാണ് തിമിരം. കണ്ണിലെ ലെൻസ് അധാര്യമാകുന്നത് മൂലമുണ്ടാകുന്ന അസുഖം ഏതാണ്? തിമിരമാണ്. തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? 4 പ്രസ്താവനകളാണ് ഇവിടെ തന്നിരിക്കുന്നത്. ഘർഷണം ഊർജ നഷ്ടമുണ്ടാക്കുന്നില്ല. നിരങ്ങൾ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ കൂടുതലാണ്. ഘർഷണം കുറയ്ക്കാൻ ലൂബ്രിക്കൻറ്റുകൾ സഹായിക്കുന്നു. ഘർഷണം ചലനത്തെ എതിർക്കുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഉത്തരം ഓപ്ഷൻ എ ആണ്. ഒന്നാമത്തെ പ്രസ്താവന, ഘർഷണം ഊർജ നഷ്ടമുണ്ടാക്കുന്നില്ല എന്ന് പറയുന്നത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. നിരങ്ങൾ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ കൂടുതലാണ്. ശരിയാണ്. നിരങ്ങൾ ഘർഷണം ഉരുളൽ ഘർഷണത്തേക്കാൾ എന്താണ്? കൂടുതലാണ്. ഘർഷണം കുറയ്ക്കാനായിട്ട് ലൂബ്രിക്കൻറ്റുകൾ സഹായിക്കുന്നു. ശരിയാണ്. ഘർഷണം ചലനത്തെ എതിർക്കുന്നു. ശരിയാണ്. ഒരു വസ്തുവിൻ്റെ ഊഷ്മാവ് ഡിഗ്രി സെൽഷ്യസിൽ TC എന്നും കെൽവിൻ സ്കെയിലിൽ TK എന്നും ഫാരൻഹീറ്റ് സ്കെയിലിൽ TF എന്നും രേഖപ്പെടുത്തിയാൽ താഴെ പറയുന്ന ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. TKക്ക് നെഗറ്റീവ് മൂല്യം ഇല്ല. 1 യൂണിറ്റ് ഫാരൻഹീറ്റ് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കുറവായിരിക്കും. 1 യൂണിറ്റ് കെൽവിൻ 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ കൂടുതലായിരിക്കും. ഉത്തരം ഓപ്ഷൻ സി ആണ്. 1, 2 എന്നിവ. TKക്ക് നെഗറ്റീവ് മൂല്യം ഇല്ല. 1 യൂണിറ്റ് ഫാരൻഹീറ്റ് 1 യൂണിറ്റ് ഡിഗ്രി സെൽഷ്യസിനേക്കാൾ എന്തായിരിക്കും? കുറവായിരിക്കും. താഴെ പറയുന്നവയിൽ വികർഷണമില്ലാത്ത ബലമേത്? വികർഷണമില്ലാത്തത് ഗുരുത്വാകർഷണ ബലമാണ്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ISROയുടെ കേന്ദ്രമല്ലാത്തത് NPL. 2023 ഭൗതിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത് പ്രകാശത്തിൻ്റെ അറ്റോസെക്കൻഡ് പൾസുകളെ കുറിച്ചുള്ള കണ്ടുപിടുത്തത്തിനാണ്. അറ്റോസെക്കൻഡ് പൾസുകൾ ഏത് ഗവേഷണത്തിനെ സഹായിക്കുന്നു? ഓപ്ഷൻ സി, ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണത്തിന്. ഇലക്ട്രോൺ, ദ്രവ്യം എന്നിവയുടെ സ്വഭാവത്തെക്കുറിച്ചുള്ള ഗവേഷണം. ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം എന്താണ്? ലിറ്റ്മസ് ലായനി അമ്ലമോ ക്ഷാരമോ അല്ലാത്തപ്പോൾ അതിൻ്റെ നിറം പർപ്പിൾ. pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ നിറം എന്താണ്? pH പേപ്പറിൽ കാണിച്ചിരിക്കുന്ന ശുദ്ധജലത്തിൻ്റെ നിറം പച്ചയാണ്. ഒരു മൂലകത്തിന് W അറ്റോമിക ഭാരവും N അറ്റോമിക സംഖ്യയുമുണ്ട്. എന്നാൽ അതിൻ്റെ ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ പ്രോട്ടോണുകളുടെ എണ്ണം എത്ര? N. ലോഹങ്ങളിലൊന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം ഏതു പേരിൽ അറിയപ്പെടുന്നു? ലോഹങ്ങളിലൊന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? അമാൽക്കം. ലോഹങ്ങളിലൊന്ന് മെർക്കുറി ആണെങ്കിൽ ആ ലോഹസങ്കരം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? അമാൽക്കം. ഭക്ഷണ ക്യാനുകൾ സിങ്കിനു പകരം ടിൻ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്നത് എന്തുകൊണ്ട്? സിങ്ക് ടിന്നിനേക്കാൾ കൂടുതൽ റിയാക്റ്റീവ് ആണ്. മലയാള നോവലിലെ ശ്രദ്ധേയമായ ഒരു കഥാപാത്രമാണ് അപ്പുക്കിളി. ഈ കഥാപാത്രത്തിൻ്റെ സൃഷ്ടാവ് ആര്? OV വിജയൻ. പുതുമലയാത്മതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ച കവി. പുതുമലയാത്മതൻ മഹേശ്വരൻ എന്ന് വള്ളത്തോൾ വിശേഷിപ്പിച്ചത് ആരെയാണ്? എഴുത്തച്ഛനെയാണ്. വിശേഷിപ്പിച്ചതാരാണ്? വള്ളത്തോൾ. ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം ആര്?
ഭാരതരത്ന പുരസ്കാരം നേടിയ ആദ്യ കായിക താരം സച്ചിൻ ടെണ്ടുൽക്കർ ആണ്. സച്ചിൻ ടെണ്ടുൽക്കർ. ഉയിരിൻ കൊലക്കുടുക്കാക്കാവും കയറിനെ ഊഞ്ഞാലാക്കി തീർക്കാൻ കഴിഞ്ഞതല്ലേ ജയം. ആരുടേതാണ് ഈ വരികൾ? വൈലോപ്പിള്ളിയുടേതാണ്. വൈലോപ്പിള്ളി. 2023 വയലാർ അവാർഡ് നേടിയതാരാണ്? 2023 വയലാർ അവാർഡ് നേടിയത് ശ്രീകുമാരൻ തമ്പിയാണ്. ശ്രീകുമാരൻ തമ്പി. ഈ ക്ലാസ്സിൽ നിങ്ങൾക്കായിട്ടുള്ള ചോദ്യം, 2025 വയലാർ അവാർഡ് നേടിയതാരെന്ന് കമന്റ് ചെയ്യുക. താഴെ പറയുന്നവയിൽ കേരളീയ കലാരൂപം ഏത്? കേരളീയ കലാരൂപം ഏത്? മോഹിനിയാട്ടം. ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യ ക്ഷേത്രം. ഇതേത് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്? കൂടൽമാണിക്യ ക്ഷേത്രം ഭരതന്റെ പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കൂടൽമാണിക്യ ക്ഷേത്രം. ഇത് സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂർ ജില്ലയിലാണ്. തൃശ്ശൂർ ജില്ല. വെബ് ഡിസൈനിങ്ങിൽ HTML ടാഗുകളുടെയും ആട്രിബ്യൂട്ടുകളെയും ആവർത്തിച്ചിട്ടുള്ള ഉപയോഗം ഒഴിവാക്കാൻ സഹായിക്കുന്ന സംവിധാനം CSS. പൊതു ലക്ഷ്യം വച്ച് പ്രവർത്തിക്കുന്ന ലോകത്തിലെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിച്ചിരിക്കുന്ന കമ്പ്യൂട്ടർ വിഭവങ്ങളുടെ ശേഖരങ്ങളെ പറയുന്ന പേര് ഗ്രിഡ്. വിവര സാങ്കേതിക വിദ്യാ നിയമത്തിൽ ഓപ്ഷൻ എ എല്ലാം ശരിയാണ്. 66F അനുസരിച്ചാണ് സൈബർ ഭീകരതയ്ക്ക് ശിക്ഷ നിർണയിക്കുന്നത്. ജീവിതാവസാനം വരെ തടവ് ലഭിക്കാം. ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് ഏതാണ്? ഇന്ത്യയുടെ ആദ്യത്തെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ലാബ് BlinkX ആണ്. BlinkX. നാഷണൽ സൈബർ ക്രൈം പോർട്ടൽ. ഓപ്ഷൻ ബി 1-3 ശരി. 1-3. സ്ത്രീകൾക്കും കുട്ടികൾക്കുമെതിരെയുള്ള സൈബർ കുറ്റകൃത്യങ്ങൾ രജിസ്റ്റർ ചെയ്യാനുള്ള വെബ്സൈറ്റാണ്. ഇത് നിലവിൽ വന്നത് 2019 ഓഗസ്റ്റിൽ ആണ്. താഴെ പറഞ്ഞവയിൽ ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ എന്തെല്ലാം? ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ. പ്രസ്താവന 1-3 ശരിയാണ്. 1-3. തെരഞ്ഞെടുക്കുവാനുള്ള അവകാശം, പരിഹാരം തേടുവാനുള്ള അവകാശം. ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വത്തിനെയോ ബാധിക്കുന്ന വിവരത്തിനുള്ള അപേക്ഷയാണെങ്കിൽ മറുപടി ലഭിക്കുവാനുള്ള സമയപരിധി ജീവനെയോ സ്വത്തിനെയോ 48 മണിക്കൂറാണ്. 48 മണിക്കൂർ. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളുണ്ട്? ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ അംഗങ്ങളുടെ എണ്ണം ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയിൽ എത്ര അംഗങ്ങളാണുള്ളത്? ഒരു ചെയർപേഴ്സണും 4 അംഗങ്ങളും. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആര്? ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ ആരാണ്? കിഷോർ മക്വാനയാണ്. കിഷോർ മക്വാന. ദേശീയ പട്ടികജാതി കമ്മീഷന്റെ നിലവിലെ ചെയർമാൻ കിഷോർ മക്വാന. കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്ത വർഷം ഏത്? കുട്ടികൾക്കെതിരായ ലൈംഗികാതിക്രമത്തിന് വധശിക്ഷ നൽകാൻ വ്യവസ്ഥ ചെയ്തുകൊണ്ട് പോക്സോ നിയമം ഭേദഗതി ചെയ്തത് 2019 2019. 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി ഏത്? 2011 നിലവിൽ വന്ന മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപത്തിന് പിന്നിൽ പ്രവർത്തിച്ചത് ഡോക്ടർ മോഹിനി ഗിരി കമ്മിറ്റി. ഡോക്ടർ മോഹിനി ഗിരി കമ്മിറ്റിയാണ് മുതിർന്ന പൗരന്മാരുടെ ദേശീയ നയരൂപീകരണത്തിന് പിന്നിൽ പ്രവർത്തിച്ച കമ്മിറ്റി. 2011 നിലവിൽ വന്നത് ഡോക്ടർ മോഹിനി ഗിരി കമ്മിറ്റി. ഗാർഹിക അതിക്രമണങ്ങളിൽ നിന്ന് വനിതകളെ സംരക്ഷിക്കുവാനുള്ള നിയമം 2005 പ്രകാരം സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് ആര്? സംരക്ഷണ ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത് മജിസ്ട്രേറ്റ് ആണ്. മജിസ്ട്രേറ്റ്. അടുത്തതായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുമുള്ള ഇംഗ്ലീഷ് ചോദ്യങ്ങളാണ്. യൂസ് ദ അപ്രോപ്രിയേറ്റ് ആർട്ടിക്കിൾ. ആഫ്റ്റർ എ ലോങ് എൻക്വയറി ദേ ബോട്ട് ഡാഷ് ഇ ഫ്രം ചെന്നൈ.
A. Option B, A. Complete the given sentence using a suitable preposition. The proposal had significant drawbacks, so she was angry, dash my decision to accept it. She was angry at my decision. Which of the following is correctly spelled? Option C, Lapidary. Find one word for a public place for walking. Promenade. She said to him, stay here until your turn comes. Report the given sentence. Option C, she requested him to stay there until his turn came. Which of the following words is the antonym of the word defiance? Submission. 87 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ചോദ്യം, ഐഡന്റിഫൈ ദ അണ്ടർലൈൻഡ് വേർഡ് വിത്ത് കറക്റ്റ് പാർട്സ് ഓഫ് സ്പീച്ച്. A long night of traveling left me with bloodshot eyes. Adjective. Option A, adjective. Choose the correct question tag. Few people seem to understand these new regulations. Uttaram, do they? Complete the given sentence using a suitable phrasal verb. Everyone accepted him to dash within a week and start succeeding. Come around. ഇനി മലയാളം ചോദ്യങ്ങളാണ് വരുന്നത്. 91 ഡിലീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ഫെമിലിയാരിറ്റി ബ്രീഡ്സ് കണ്ടംപ്റ്റ് എന്നതിന് സമാനമായ മലയാളം പഴഞ്ചൊല്ല് ഏത്? മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല. ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക. ഓപ്ഷൻ ബി, 2 കുതിര കെട്ടിയ വണ്ടിയിൽ 4 ഭടന്മാർ കയറി വന്നു. മാങ്ങാക്കറി എന്ന പദത്തിന്റെ ശരിയായ വിഗ്രഹ രൂപം ഏത്? മാങ്ങയാൽ കറി. താഴെ തന്നിരിക്കുന്ന എതിർലിംഗ പദങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ ഡി. ലാഭേച്ഛയോടെയുള്ള വിലപേശൽ ഈ അർത്ഥം വരുന്ന ശൈലി ഏത്? കുതിര കച്ചവടം. കാട് എന്നർത്ഥം വരാത്ത പദമേത്? കന്തരം. താഴെ തന്നിരിക്കുന്ന വിപരീത പദങ്ങളിൽ തെറ്റായ ജോഡി ഏത്? ഓപ്ഷൻ എ. താഴെ തന്നിരിക്കുന്നതിൽ ശരിയായ പദം തിരഞ്ഞെടുത്ത് എഴുതുക. യാദൃശ്ചികം. ഓപ്ഷൻ സി. നമ്മെ എന്ന പദം പിരിച്ചെഴുതുക. ഉത്തരം ഓപ്ഷൻ ഡി ആണ്, നം പ്ലസ് എ. ഇനി മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്, ഉത്തരങ്ങൾ മാത്രമാണ് പറയുന്നത്. 71 ചോദ്യം. 71 ചോദ്യം ഉത്തരം ഓപ്ഷൻ ബി ആണ്. 72 ചോദ്യം ഉത്തരം ബി. 73 ചോദ്യം ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 74 ചോദ്യം ഡിലീറ്റഡ് ആണ്. 75 ചോദ്യം ഉത്തരം വരുന്നത് 75 ഓപ്ഷൻ ഡി ആണ്. 76 ചോദ്യം 76 ഉത്തരം ഓപ്ഷൻ സി ആണ്. 77 ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം വരുന്നത്. 78 ചോദ്യം 78 ഓപ്ഷൻ ഡി. 79 ചോദ്യം ഉത്തരം ഓപ്ഷൻ സി. 80 ചോദ്യം ഉത്തരം ഓപ്ഷൻ എ ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടുള്ള ഉത്തരങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പറഞ്ഞു പോയിട്ടുള്ളത്. പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്, പ്രത്യേകമായിട്ട് പഠിക്കുക. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.